വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 2 കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. തീയൊക്കെ കത്തിച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ചോറ് വെക്കണതിൻ്റെ മുന്നേ കോഴിമുട്ടയായിട്ട് പുഴുങ്ങണത് നല്ല നാടൻ മുട്ടയാണ് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നാണ് കേട്ടോ. അത് കിച്ചുവിനും തുമ്പിക്കും പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ആയി മാറ്റിയതിന് ശേഷം ഞാൻ ചോറും കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കുട്ടിക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, ക്ലാസ്സൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നേരെ വൈകിട്ടൊക്കെയാണ് കേട്ടോ നീക്കണത്. അപ്പം പുറത്ത് കണ്ടില്ലേ നല്ല വെളിച്ചമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തീയൊക്കെ കത്തിച്ച് പിടിപ്പിച്ചു. എന്നാൽ അപ്പോഴത്തേനും വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും ബാക്കിയുള്ള പണികളോട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പാത്രം കഴുകാനായിട്ട് പുറത്തിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രം കഴുകാനായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ കണ്ടില്ലേ, ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്നത്തേന്ന് പറയുമ്പോൾ. നല്ല മുറ്റത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. മഴയൊന്നും ഇല്ല തോന്നുന്നു, രാവിലെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ വേഗം മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് മുറ്റടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേന് വെള്ളമൊക്കെ തിളയ്ക്കുമ്പോഴത്തേനും വേഗം മുറ്റടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും വെറുതെ അടിച്ചു വാരി തന്നെയാണ്. നമ്മൾ ചപ്പ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അടിച്ചു വരണ്ടേ. അപ്പോൾ അഴക്കേ കൂടെ കണ്ടില്ലേ, ഇഷ്ടംപോലെ തുണികൾ ഉണക്കാനാണ് കേട്ടോ. ഇന്നാണ് മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു വെയിൽ പോലെ ഇന്നാണ് കേട്ടോ കണ്ടു തുടങ്ങിയേക്കുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു സൺഡേ വ്ളോഗ് എന്നൊക്കെ പറയാം കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്നൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തുണികളൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഇടണം കേട്ടോ. ഒരു ലോഡ് തുണികളുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അകത്തും ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടണം. വെയിലത്തേക്കൊക്കെ ഒന്ന് ഇട്ടിട്ടൊക്കെ ഒന്ന് ഉണക്കി എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. വെയിൽ കണ്ടൊരു സന്തോഷത്തിലാണ് കേട്ടോ ഒന്ന് ഞാൻ. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ വെയിൽ തന്നെ തോന്നുന്നു. മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അന്നത്തെ പോലെ നിർത്താതെ പെയ്യണ മഴയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും ആ ഒരു ആഹ്ലാദത്തിലായിരിക്കും കേട്ടോ വെയിൽ വന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ആ പാത്രങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് വേഗമായിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇന്നലത്തെ പാത്രങ്ങളാണ്. ഇന്നലെ ഒന്നും കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും രാത്രിയിലത്തെ കേട്ടോ രാത്രി ഫുഡ് കഴിച്ച പാത്രവും അങ്ങനത്തെ കുറേ പാത്രങ്ങളാണ്. ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ രാവിലെയാണല്ലോ എന്നും കഴുകാറ്. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് 2-3 ദിവസത്തെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ വീഡിയോയ്ക്ക്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇടണതാണ്. ഇപ്പോൾ ഓരോ ദിവസം 1.5 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇടുന്നത്. കാരണം കറണ്ടും വെളിച്ചമൊന്നും നേരം പോലെ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. വീഡിയോ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ മഴയൊക്കെ കാരണം കൊണ്ട് ഒന്നാമത്തത് മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ ഇരുട്ടാണ് കേട്ടോ. മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പുറത്തുള്ള പണികളൊക്കെ തീർത്ത് വന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പറ്റി നമ്മുടെ ചോറിന് വെച്ചിട്ടുണ്ടാകുന്ന വെള്ളമൊക്കെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചായക്കൊക്കെ ഉള്ളത് ചായക്കല്ല കാപ്പിക്കൊക്കെ ഉള്ളത് മാറ്റി വയ്ക്കണം കേട്ടോ. കാപ്പിപ്പൊടിയും പഞ്ചസാരൊക്കെ ഞാൻ ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ ചായയാണേ വരുന്നത് കേട്ടോ. കാപ്പിക്കുള്ള വെള്ളമൊക്കെ മാറ്റി എന്നിട്ട് അരിയൊക്കെ അടുപ്പത്തിടാൻ വേണ്ടി പോകാൻ കേട്ടോ. നമ്മുടെ ഗ്യാസ് ഇതുവരെ വന്നിട്ടില്ല. എന്താ അത്ര നേരം വൈകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ വരണം തന്നെയാണ്. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഒരാഴ്ചയായി ഇതുവരെ ഗ്യാസ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് ഗോഡൗണിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഗ്യാസ് മുമ്പ് ഷൊർണൂരാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏട്ടൻ്റെ വണ്ടിയിലൊന്നും വെച്ചിട്ടൊന്നും ഗ്യാസ് വരാൻ പറ്റില്ല തോന്നുന്നു. അങ്ങനെ പിന്നെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വേണം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മെനക്കെടാത്തത്. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് അതിനെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എന്തായാലും അത് വന്നിട്ടില്ല. അത് വരാത്ത കാരണം കൊണ്ടാണ് ഒടുക്കത്തെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഈ ചെറിയ ഈ ചായ ഉപ്പേരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇത്ര ദിവസം ഏട്ടനും കിച്ചുവിനൊന്നും ചോറും കറിയൊന്നും കൊണ്ടുപോകാത്ത കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഈ നാളെ മുതൽ കിച്ചുവിന് ക്ലാസ് ഉണ്ട്. മഴയൊക്കെ പോയല്ലോ. അപ്പോൾ നാളെ തിങ്കളാഴ്ചയല്ലേ, നാളെ ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴൊക്കെയാണ് ഇനി ബുദ്ധിമുട്ട്. രാവിലത്തെ ഈ ഒരു അടുപ്പിൽ എല്ലാതും ചോറും കറി എല്ലാതും വെക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിതാ അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ അതുപോലെ തന്നെ കാപ്പിക്കൊക്കെ ഉള്ള മാറ്റി വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പേരി വെക്കാനുണ്ട്. കുറച്ച് കോവയ്ക്കൊക്കെ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് ഞാനൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാലയൊക്കെ മസാലയില്ല ഒക്കെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അരിയണമൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് കാണിക്കാതിരുന്നത്. പിന്നെ നമ്മളെപ്പോഴും കാണിക്കാറുണ്ടല്ലോ, എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പേരിയൊക്കെ ഇനി ഉണ്ടാക്കണം. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് വേണം കറി വെക്കാൻ. പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ.
ചെമ്പല്ലിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ മീൻ നേരാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ ശരി പറഞ്ഞപ്പോൾ ഏട്ടൻ അവിടെ ഇരുന്ന് മീൻ നേരാക്കണുണ്ട്. ഞാനിവിടെ ഇരുന്നിട്ട് മീൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റേ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ കേട്ടോ. ചെമ്പല്ലിയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. കുറേ ദിവസമായി ചെമ്പല്ലിയൊക്കെ വാങ്ങിച്ചിട്ട്, മീൻ തന്നെ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളി എല്ലാതും എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ നേരാക്കലും ഒക്കെ കഴിഞ്ഞു. മീൻ നേരാക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് അരയ്ക്കാനുള്ളതാണ് കേട്ടോ. അത് മാറ്റി വെച്ചു. തക്കാളി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ സവാള എല്ലാതും അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാചകം എന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ വകയാണ് കേട്ടോ. ഏട്ടനാണിന്ന് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ അടുപ്പിലായതുകൊണ്ട് തന്നെ ചെറിയ മടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഏട്ടൻ ഉണ്ടാക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് പുറത്ത് വേറെ കുറച്ച് പണിയുണ്ട്, തിരുമ്പാനും പിന്നെ വെള്ളം വരേണ്ട ദിവസമാണ്, അതോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയുള്ളി എല്ലാതും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയൊക്കെ അരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ആ ഗ്യാപ്പിൽ വേഗം തിരുമ്പാനായിട്ട് പോയിട്ടോ. അത് കാരണമാണ് ബാക്കിയുള്ളൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ കണ്ടില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അടുപ്പിൽ തന്നെ ഞാനിന്ന് വേഗം മീൻ വറക്കാനുള്ളത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മീനൊക്കെ ഞാൻ ഓൾറെഡി മസാലയൊക്കെ ആക്കി വെച്ചിട്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇത് വെക്കുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കാര്യവും സെറ്റാക്കി കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. പിന്നെ അത്രയും നേരത്തൊന്നും കാണിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണമാണ് എടുക്കാതിരുന്നത്. അപ്പോൾ വൈകുന്നേരത്ത് എന്ന് പറയുമ്പോൾ കിഴങ്ങും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും കൂടിയിട്ട് അരിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഉപ്പിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ മാവ് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച ആയ കാരണം കൊണ്ട് തന്നെ ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി വരുമ്പോൾ ഞങ്ങൾ കടയിൽ കയറിയിട്ട് മാവും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലോണം വേവിച്ചൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്, നല്ല ഓടയാണല്ലോ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഏട്ടൻ മാവൊക്കെ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ദോശ ഉണ്ടാക്കണം. പിന്നെ ഗ്യാസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. ഇതെല്ലാം ഒരു അടുപ്പിൽ തന്നെ ആവണേ. അപ്പോൾ അത് കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് നേരമൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ദോശയിലേക്കുള്ള മസാല. അപ്പോൾ ചട്ടി എന്തെങ്കിലും വിചാരിക്കണ്ട. അതിപ്പോൾ ഈ കിഴങ്ങും ഉപ്പേരിയല്ല, കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് വേവിച്ച ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ചട്ടിയിലൊന്നുമല്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ അത് വേവിച്ചതിൻ്റെ ആ സംഭവങ്ങൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ കാരണം അതിങ്ങനെ അടുപ്പിൻ്റെ ചൂടുകൊണ്ട് തീ കത്തുന്ന കാരണം കൊണ്ട് നല്ല കരിഞ്ഞ പോലെ ആവുകയാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും അതൊക്കെ ഒന്ന് ഇട്ട് എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നു. അപ്പോൾ ഇത് ഏട്ടൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ വീഡിയോ എടുക്കുക ഏട്ടൻ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ദോശ ഞാനായിട്ട് ഉണ്ടാക്കുക. ദോശ അത്രയും നേരം നിന്നിട്ടൊന്നും ഏട്ടൻ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാല ദോശയുടെ ഈ മസാല റെസിപ്പി ഞാൻ യൂട്യൂബിൽ അടിച്ചു മാറ്റിയതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല കേട്ടോ. ഞാനെല്ലാം യൂട്യൂബ് നോക്കിയിട്ട് അടിച്ചു മാറ്റലാണ് എനിക്ക് പണി. അല്ലാതെ നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട്, അത് ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. പക്ഷേ അത് യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണെന്ന് മാത്രം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ യൂട്യൂബ് നമ്മുടെ വ്ളോഗിൽ ഇട്ടിട്ടില്ല എന്നുള്ളൂ. പിന്നെ നമ്മൾ എരിവിനായിട്ട് മുളകാണ് ഇട്ടിട്ടിരിക്കുന്നത്. ഒറ്റൊരു മുളക് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇടണില്ല. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. മുളക് പൊടി നമ്മൾ ഈ മസാല ദോശയുടെ മസാലയിൽ പൊതുവെ മുളക് പൊടി ഇടില്ല തോന്നുന്നു കേട്ടോ. മഞ്ഞ കളറുള്ള മസാല തന്നെയല്ലേ ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ നായി വന്നപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നല്ലോണം വെന്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ നല്ലോണം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഏട്ടൻ ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനെ ഉടച്ചിട്ട് ലാസ്റ്റ് കണ്ടില്ല ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മതി ഉടച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ നിർത്തി കേട്ടോ. അപ്പോൾ അത് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു.
എന്നിട്ട് ഇതാ ദോശ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒക്കെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കണം. ഈ ചട്ടി അടുപ്പിൽ തന്നെ വെച്ചു വിട്ടോ ഞാൻ, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ആദ്യമൊന്നും ദോശ കിട്ടിയില്ല. എൻ്റെ ചട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. ആദ്യമൊന്നും കിട്ടിയില്ല കേട്ടോ. 1-2 നാശമായി പോയി, പൊട്ടിയിട്ടും പൊടിഞ്ഞിട്ടൊക്കെ പോയിട്ടോ. പിന്നെ ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചുകൊണ്ട് ഒഴിച്ച് എന്താ പറയുക, കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ദോശ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് കേട്ടോ. ചട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ മീൻ വറക്കലും ദോശ ഉണ്ടാക്കലും സകലമാന സാധനങ്ങളും ഇതിൽ ഉണ്ടാക്കണമാണ് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ എന്താണ് ഈ ചട്ടിക്ക് എന്തോ ഒരു ഭ്രാന്തളകൽ പോലെ ഇന്ന് കിട്ടണമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോശ പിന്നെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു ഭാഗം മാത്രം ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട വറുത്തതിൻ്റെ കേട്ടോ കാണുന്നത്. അത് പോണുമില്ല കേട്ടോ. നല്ല എന്താ പറയുക, അതും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുകയാണ്. ആ കോട്ടിങ് പോയ ഭാഗത്ത് അതും ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ പോണില്ല. അപ്പോൾ അങ്ങനെ ദോശ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മറ്റൊരു ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനും കുട്ടികളൊക്കെ ഇരുന്നിട്ട് താഴെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കണമൊക്കെ അവർ കഴിക്കുകയാണ്. ചൂട് കൊടുക്കാനേ കഴിക്കണം പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവരിന്ന് കഴിച്ചോട്ടെ വെച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർ താഴെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. കിച്ചുവിനും തുമ്പിക്കൊക്കെ നല്ല ഇഷ്ടമായി കിടക്കുന്നു മസാലയൊക്കെ ഉണ്ടാക്കിയതൊക്കെ. പിന്നെ അത് വലിയ കാര്യമായിട്ടുള്ള എരിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാനും വലിയ പാടൊന്നും ഇല്ല കേട്ടോ. കഴിക്കാനും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പൊതുവേ അവർക്ക് ദോശേനോട് ഭയങ്കര ഒരു പ്രേമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ദോശ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ. ഞാൻ ഇടയ്ക്ക് കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ദോശനെ മാവാക്കിയിട്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ കഴിക്കും കേട്ടോ. പക്ഷെ ഇന്ന് ആകെ ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നുള്ളൂ. അതിനെയാണ് ഞാനിപ്പോൾ ഈ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് കോഴിമുട്ട ചേർത്ത് തന്നെ അത് ചെയ്യുന്നില്ല. പിന്നെ മസാല ഞാൻ എന്താ പറയുക, അങ്ങനെ ദോശയുടെ ഉള്ളിലൊന്നും വെക്കണില്ല കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളാവും. കാരണം ചട്ടി ഇന്നും മോശമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും ചെയ്യണില്ല കേട്ടോ. അവർ മസാല കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്, ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കണ പോലെ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ കേട് വരുന്നുണ്ട്, കുറേ നേരാവണമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് തട്ടിമുട്ടി ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.